നമസ്കാരം. ബൊഗൈൻവില്ല പൂക്കളാൽ നിറഞ്ഞ വീടും മുറ്റവും പുറമെ സൗന്ദര്യമുള്ളതാണെങ്കിലും കുളപ്പുറം ഹൗസിംഗ് കോളനിയിലെ ഈ വീട്ടിനുള്ളിൽ അത്ര ശാന്തമായിരുന്നില്ല കാര്യങ്ങൾ. വീട്ടിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇതൊരു കൊലപാതകവും ആത്മഹത്യയുമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിലും തൊട്ടടുത്തു നടന്ന ആ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതായാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നെടുങ്കണ്ടം കല്ലാർ തുരുത്തിയിൽ ഷേർലി മാത്യു 45 വയസ്സ്, കോട്ടയം കുമ്മനം ആലുമൂട് കുരുട്ടുപറമ്പിൽ ജോബ് സക്കറിയ 38 വയസ്സ് എന്നിവരെയാണ് ഷേർലിയുടെ കുളപ്പുറത്തുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകളും മറ്റ് ബന്ധങ്ങളും സംബന്ധിച്ച തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. അയൽക്കാരോട് പല കഥകളാണ് ഷേർലി പറഞ്ഞിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ജോബുമായി വഴക്കുണ്ടാക്കിയെന്നും തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഷേർലി മറ്റൊരു സുഹൃത്തിനെ ഞായറാഴ്ച വൈകിട്ട് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇദ്ദേഹം രാത്രി തിരികെ വിളിച്ചെങ്കിലും ഷേർലി ഫോൺ എടുത്തില്ല. ഇതോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. 8 മാസമായി ജോബ് ഷേർലിയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതോടെയാണ് ഷേർലി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത്. ഭർത്താവ് വിദേശത്താണെന്നും അല്ല മരിച്ചുപോയെന്നുമൊക്കെ അയൽക്കാരോട് പറഞ്ഞിരുന്നു. ജോബ് സഹോദരനാണെന്നും നാട്ടുകാരോട് ഇവർ പറഞ്ഞിരുന്നു. ഒരു മതിലിന്റെ വ്യത്യാസത്തിലുള്ള വീട്ടുകാർക്ക് പോലും മരിച്ച 2 പേരെയും പറ്റി കൃത്യമായ വിവരങ്ങൾ ഇല്ല. 8 മാസം മുൻപാണ് ഷേർലി കൂവപ്പള്ളിക്ക് സമീപം കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വലിയ വീട് വെച്ചത്. അതിനുശേഷം ഇതേ ഹൗസിംഗ് ലൈനിൽ പുതിയ പല വീടുകളും വന്നു. എന്നാൽ ഷേർലി ആരാണെന്ന് ഇവിടെയുള്ള ആർക്കും വ്യക്തമായ അറിവില്ല. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവുണ്ട്, മക്കൾ വിദേശത്താണ്, ഒരു മകൾ മരിച്ചുപോയി, ഇങ്ങനെ പല കഥകളായിരുന്നു ഇറങ്ങിയത്. കൂടെയുള്ള ജോബ് സഹോദരനാണെന്നും അയൽവാസികളോട് ഷേർലി പറഞ്ഞിട്ടുണ്ട്. ജോബ് കോട്ടയത്ത് ട്യൂഷൻ സെന്റർ നടത്തുകയാണെന്നും അയൽക്കാരോട് പറഞ്ഞിരുന്നു. വീട് നിർമ്മാണ സമയത്ത് ഷേർലിക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാൾ ഭർത്താവാണെന്നും പറഞ്ഞിരുന്നു. കാറിൽ ചിരിച്ച മുഖവുമായി പോവുകയും വരികയും ചെയ്യുന്ന നല്ല അയൽക്കാരി ഷേർലിയെ മാത്രമാണ് നാട്ടുകാർക്ക് പരിചയം. പൂച്ചെടി പരിപാലനവും മൃഗസ്നേഹവുമുള്ള ഷേർലിയെ പ്രദേശവാസികൾ ആരും തന്നെ സംശയിച്ചില്ല. ജോബും ഷേർലിയും ചേർന്നാണ് ചെടികളും ഫലവൃക്ഷങ്ങളുമൊക്കെ വീട്ടുമുറ്റത്തും വീടിന്റെ മുകളിലുമായി നട്ടുവളർത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു. ഞായറാഴ്ച രാത്രി പോലീസ് ഷേർലിയുടെ വീട്ടിലെത്തുമ്പോഴാണ് നാട്ടുകാരും ഈ വിവരം അറിയുന്നത്. പ്രദേശവാസി ജെയിംസ് ജോസഫാണ് പോലീസിനൊപ്പം വീട്ടിനുള്ളിൽ പരിശോധനയ്ക്കായി കയറിയത്. രാത്രിയായതിനാൽ വീട് സീൽ വച്ച് കാവൽ ഏർപ്പെടുത്തി പോലീസ് മടങ്ങിയതോടെ ദുരൂഹതകൾ നീങ്ങാൻ ഒരു രാത്രി കൂടി വേണ്ടിവന്നു. അതേസമയം ഇത് കൊലപാതകമാണെന്ന ഗുരുതര ആരോപണവുമായി ജോബിന്റെ സഹോദരൻ ജുബിൻ രംഗത്തെത്തി. ഷേർലിയെ കൊലപ്പെടുത്തിയ ശേഷം ജോബ് ആത്മഹത്യ ചെയ്തു എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങളെ തള്ളിക്കളയുന്നതാണ് ജുബിന്റെ വെളിപ്പെടുത്തലുകൾ. ജോബിന്റെ സഹോദരൻ നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാകും. ആഡംബര വീടിനുള്ളിലെ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. ജോബ് ഷേർലിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതല്ലെന്നും മറ്റാരോ ഇവരെ കൊലപ്പെടുത്തിയതാണെന്നുമാണ് സഹോദരൻ ആരോപിക്കുന്നത്. ജോബിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നുവെങ്കിലും കാലുകൾ നിലത്ത് മുട്ടിയിരുന്നതായും ആരോ പിടിച്ചുയർത്തി വച്ചതുപോലെ സംശയിക്കുന്നതായും ജുബിൻ പറയുന്നു.